ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ടൈം ദേ രാവിലെ 6:15 ആയിട്ടുണ്ട് കേട്ടോ. നല്ല തണവൊക്കെ കിടന്ന് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. സാറ്റർഡേ ആണ്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. പേപ്പർ വന്നിട്ടുണ്ട്, അത് ഇതാ കിടക്കുന്നു. ഒറ്റേറ് വായിക്കാനുള്ള സമയം ഇല്ല കേട്ടോ. അമ്മ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അമ്മ ഈ കിച്ചണിൽ എന്തൊക്കെയോ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കറിക്ക് ഇന്നലെ അച്ഛൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അച്ഛന് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ആർക്കും ഉരുളക്കിഴങ്ങ് ഇട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അച്ഛനുള്ള ചിക്കൻ്റെ വീണ്ടും ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മധു ഗൾഫിൽ നിന്ന് വരാനാട്ടോ. അവനെ കൊണ്ടുവരാനായിട്ടുള്ള പോക്കാണിത്. നമ്മളെങ്ങടാ പോണേ? പാപ്പ എവിടുന്നാ വരുന്നേ? കൊണ്ടുവരണോ? ആരൊക്കെ പോണ് പാപ്പ കൊണ്ടുവരാൻ? ആരൊക്കെ ഉണ്ട്? പിന്നെ അമ്മയും ഋതുവും നന്ദുവും ചേട്ടനും ഇവരാണ് പോയിട്ടുള്ളത്. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇത് റിട്ടേൺ ടൈമിൽ ഞാൻ ഇവരെ കൂടെ കൂടാനുള്ള പരിപാടിയിലായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇതേ ടൈമിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് 1 ഇയർ കഴിഞ്ഞിട്ട് ഇതേ പിന്നെയും വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പൂരം കൂടാൻ വരുന്നതുണ്ട്. December 25th നമ്മുടെ പൂരം വരുന്നത്. അത് ഭയങ്കര ഒരു ഹരാണ് ഇവർക്ക്. മലയാളികൾക്ക് ഭയങ്കര ഹരാണ്. തൃശ്ശൂരുകാർക്ക് പിന്നെ പറയണ്ടല്ലോ. ഇതിലേക്കാൾ ഉപരി എന്ന് പറഞ്ഞ പോലെയാണ് ഇവരായിട്ട് ഞാനേന്. പൂര സീസണായി ഇവർ രണ്ടുപേരും കണ്ട് മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നടന്നു ഇല്ലെങ്കിൽ അതും മറന്നു വരും. ആൾ അവിടെ ഇരുന്നാലും ആളുടെ ഉയിരും മോഡലും ഇവിടെ പൂരപ്പറമ്പിലായിരുന്നു കേട്ടോ. ഡിസ്കഷൻസ് ഒക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദേ ആ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ലഗേജ് ഉന്തി വരുന്ന ആളാണ് നമ്മൾ പറഞ്ഞ താരം. ദേ ഈ കാണുന്ന ഈ 2 കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അല്ലേ. നമുക്ക് ആനീനൊക്കെ വെച്ചാ ഇപ്പൊ അപ്പൊ അച്ചവല തിന്നാൻ വെച്ചാ കുട്ടിക്ക് അവൾ ചിത്രനെ കൊണ്ടുവരാൻ എന്ത് കിട്ടായ ഇതാരാ കാണിച്ചേ കാത്തൂനെ കാണിച്ചെന്നേ കാണിച്ചോടത്തെ ഫോണിൽ കാണിച്ചോടത്തെ തിരിച്ചിട്ട് മേമയ്ക്ക് തരുമോ? തരുമോ? കാണിച്ചോട്ടെ കാണിച്ചോട്ടെ പെട്ടെന്ന് സൈഡ് ബാഗോ ഇനി ഞങ്ങള് കൊറേ പാത്രങ്ങൾ മേടിക്കും. പൊങ്ങനെ കിട്ടാനുമില്ല മേടിക്കാൻ. ദുബായിൽ പൊങ്ങില്ല പോന്നെ. ദുബായില് പോരെങ്കില്ല മങ്കില്ല ദുബായില് മങ്കി ടൂറ് പോയേക്കാം. അപ്പം അതാ ഈ ഗാങ്ങിൽ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. സമയം രാത്രി ആയിട്ടാണ്. 3 മണിക്ക് പോയതാണ് ഇവർ. ഇപ്പം അതേ സമയം ഒരു 8-8:30 ആയിട്ടാണ് എന്നെ പിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേ നമ്മളിതേ പതുങ്ങി മെല്ലെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. റൗണ്ടിലെ ലൈറ്റ്സ് ഒക്കെ കണ്ടിങ്ങനെ മെല്ലെ പോവാം. ഇപ്പം കുറച്ച് മുന്നേ ലാൻഡ് ചെയ്തൊരു താരല്ലേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ താരാണ് ഡ്രൈവർ സീറ്റിലിരിക്കുന്നത്. അതോടെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകാം, സേഫുമാണ്. എൻ്റെ കയറ്റവും ഡ്രൈവർ സീറ്റിലാണ്. ഞങ്ങൾക്ക് തല്ലൂടാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ആളാണെങ്കിൽ ഞങ്ങൾക്ക് മൂട് നിലത്ത് വയ്ക്കാനുള്ള സമയം ഉണ്ടാവില്ല. പാപ്പ പറപ്പിച്ച് വിട് പാപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദു. പക്ഷെ ഞാനും അമ്മയാണെങ്കിൽ ഒന്നും എല്ലാം പോയാൽ മതി എന്ന് പറയും. ഇങ്ങോരാണെങ്കിൽ എൻ്റെ ഇടയിൽ ഫോൺ അറ്റൻഡ് ചെയ്യാനും ഓവർടേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മിടുക്കനാണ്. സേഫായിട്ട് ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്ത് വേറെ സീനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അടി ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ത്വര കൂടിയത് കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങളിങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഋതുവിന് ഉറക്കം വരുന്നുണ്ട്. ഋതു ഇടയ്ക്ക് സൈഡായിട്ടുണ്ട് കേട്ടോ. അമ്മ ഇരുന്ന് ഉറങ്ങുന്നല്ല കേട്ടോ. തലവേദനയ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ തലയ്ക്ക് താങ്ങം വെച്ചിട്ടിരിക്കുന്നുണ്ട്. നന്ദുതി എന്തൊക്കെയോ ഫോണിലൊക്കെ തോണ്ടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആന നിങ്ങടെ നോക്കട്ടെ പൂച്ചേനെ. ഇത് അതല്ല കാത്തൂനി, വേറെ കാത്തൂന് വേണോ? അപ്പൊ ഈ കാത്തൂന് ആർക്കാ? നല്ല ഭംഗിയുള്ള കാത്തുവാണല്ലോ. വിളിച്ചേ ഇതിന് വിളിച്ചേ. കിങ്ങിണി പൂച്ചയാണോ ഇത്? കിങ്ങിണി പൂച്ച ആര് പറഞ്ഞു? അയ്യോ പേരെന്താ അതിന്റെ? കിങ്ങിണിയെ വിളിച്ചോക്കേ. എന്താ കിങ്ങിണിയെ
എവിടേക്ക് ഇങ്ങനെ? ആര് പറഞ്ഞു? ആ പൂച്ചക്കുട്ടിയുടെ പേരെന്താ? ആര് പറഞ്ഞു? അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയത് പെട്ടി പൊളിക്കൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൊളിക്കാണ് ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഹെൽപ്പറായിട്ട് ഋതുവും കയറിയിട്ടുണ്ട് കേട്ടോ. ഋതുവിന് ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ പുറത്തുനിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സമയം 11 മണിയായി. പക്ഷെ കാല് വേരോടൊക്കെ എടുത്തിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഋതുവിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഋതു എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.